കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നതുപോലെ ഇത് കേവലം പോസ്റ്റിട്ടും വംശീയത പ്രകടിപ്പിച്ചും ആവേശം കൊള്ളുന്ന ഏറ്റുമുട്ടലിനപ്പുറത്ത് ഇത് ആഗോളതലത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യുദ്ധമായി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയെന്നോണം, ഇതിനൊന്നും തിരിച്ചടിയെന്ന് പറയേണ്ട കാര്യമില്ല, കാരണം തുടങ്ങിവെച്ചത് ഇസ്രയേലാണ്, അവസാനിപ്പിക്കില്ലെന്ന് പറഞ്ഞത് ഇസ്രയേലാണ്, തകർത്ത് തരിപ്പണമാക്കുമെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് ഇസ്രയേലാണ്, പ്രീ എംപ്റ്റീവ് ഹിറ്റ് എന്ന് ഒരു ഓമന പേരിട്ടതും ഇസ്രയേലാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അവർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗ്യാസ് റിസർവായ സഹ്റാൻ ഗ്യാസ് റിസർവിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി. ആ ആക്രമണത്തോടുകൂടി അതിന്റെ ഇന്ധന വിതരണം ഏതാണ്ട് 3 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ആ സംവിധാനത്തിന് കേടുപാട് സംഭവിക്കുകയും ചെയ്തു. കൈയടിക്കാം, ആവേശം കൊള്ളാം, തകർത്തത് ഇറാനിലാണല്ലോ എന്നോർത്ത്. പക്ഷേ അതിന്റെ പ്രത്യാഘാതം ഖത്തർ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വളരെ ശക്തമായി ഉണ്ടാവുകയും ഇത്തരം രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് അത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ഇപ്പോൾ തന്നെ മാന്ദ്യം ബാധിച്ചിരിക്കുന്ന യൂറോപ്പിലാകെയും അതുണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും. ഏതായാലും ആ ആക്രമണത്തിന് തിരിച്ചടിയെന്നോണം ഇറാൻ കനത്ത തിരിച്ചടി നൽകിയത് ഹൈഫ തുറമുഖത്താണ്. ഹൈഫ തുറമുഖം എന്ന് പറയുമ്പോൾ സാക്ഷാൽ നമുക്കുകൂടി വേണ്ടപ്പെട്ട ഒരാളാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ അദാനി മുതലാളിയാണ്. ഹൈഫ തുറമുഖത്തിട്ടടിച്ചു. കൂടാതെ ടെല്ലവീവിലും അതിശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായി. മിസൈൽ പെരുമഴ എന്നൊക്കെയാണ് മീഡിയകൾ വിശേഷിപ്പിക്കുന്നത്. ഡ്രോൺ അറ്റാക്കും ഉണ്ടാകുന്നുണ്ട്. ധാരാളം ആളുകൾ ബങ്കറുകളിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഈ പരിഭ്രാന്തിയുടെ അർത്ഥം കേവലം ഗസയിലെ മനുഷ്യർ കഴിഞ്ഞ 1.5 വർഷമായി അനുഭവിച്ചു പോരുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ആക്രമണം ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഇവിടെയും എല്ലാ മനുഷ്യരും അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ലോകത്തെ രാജ്യങ്ങളൊക്കെയും അങ്ങനെ നിശബ്ദമായി തുടരുകയാണ്. അപ്പുറത്ത് ട്രംപ് റെഡിയായി നിൽപ്പുണ്ട്. എന്തെങ്കിലും അമേരിക്കയുടെ ബേസിൽ തൊട്ടാൽ പിന്നെ അടിച്ച് തകർത്തുകളയും, തകർത്തു വാരും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ചൈന ഒരു മാനസികമായ പിന്തുണ അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യം ഇറാനോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും ഫോർ ഫ്രണ്ടിൽ വന്ന് യുദ്ധം ചെയ്യുന്നതിന് എത്രത്തോളം അവർ തയ്യാറാകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ചുരുക്കത്തിൽ ഈ ഇറാനിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ കനത്ത ആക്രമണം ഇസ്രയേലിലും നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇറാനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ നീണ്ടുനിന്ന 4-5 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ കെടുതികളും ഒക്കെ അനുഭവിച്ചൊരു രാജ്യമാണ്. പക്ഷെ ഇസ്രയേലിന് അത്രത്തോളം വശമില്ല. ഇസ്രയേലിന്റെ പിന്നിൽ നിന്ന് അമേരിക്ക പിന്തുണച്ചില്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഇസ്രയേൽ തിരിച്ചടി ഏറ്റുവാങ്ങുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. പക്ഷേ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കാൻ അമേരിക്കയും എന്ന് മാത്രമല്ല അമേരിക്കയുടെ അനുവാദത്തോടെ ആ പിന്തുണയോടെയാണല്ലോ ഈ യുദ്ധം തുടങ്ങി വെച്ചിട്ടുള്ളത്. ഏതായാലും അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പിന്നെ നമ്മുടെ മീഡിയയിലൊക്കെ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെയും അതുപോലെ തന്നെ ഒരു പടവുമൊക്കെ വെച്ച് ചില കാർഡുകൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അതൊന്നും സംഭവ്യമായ കാര്യമല്ല. ഒരിക്കലും അങ്ങനെ പ്രഖ്യാപിക്കുകയില്ല. ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തടയണം എന്ന് പറഞ്ഞ പ്രമേയത്തിനോട് പോലും വിട്ടുനിന്ന ഇന്ത്യയുടെ ഇന്നത്തെ വിദേശകാര്യ നയത്തിൽ ഒരിക്കലും ഇറാൻ ഒരു പിന്തുണയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വ്യാജ പ്രൊഫൈലുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ സൃഷ്ടിച്ചു വിടുന്ന സംഗതിയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കേൾക്കുന്നവരോടും പറയാനുള്ളത്, വളരെ വേഗത്തിൽ ഈ യുദ്ധം അവസാനിച്ച് ലോകം സമാധാനത്തിലേക്കും പഴയ കാലത്തിലേക്കും ഒക്കെ മടങ്ങണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പ്രധാന കാര്യം. അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിന്റെ ഒരു യുദ്ധമുഖം തുറക്കുമ്പോഴും മറുവശത്ത് മറ്റു പല സ്ഥലങ്ങളിലും സമാനമായ സ്ഥിതിവിശേഷമുണ്ട്. ഗസയിലെ ആക്രമണവും അവിടുത്തെ ജനങ്ങളുമുണ്ട്. അതുകൂടാതെ ഇന്ന് ഹൂത്തികൾ അവകാശപ്പെട്ടിട്ടുണ്ട് സെൻട്രൽ ഇസ്രയേലിലേക്ക് അവർ 3 മിസൈലുകൾ പതിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സാധാരണക്കാരായ മനുഷ്യരാണ് ഇതിന്റെ കെടുതികൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് എല്ലാ യുദ്ധത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.